ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ പറയുകയാണ്. ആ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടാണ്, ഞാനും അദ്ദേഹമില്ലാതെ ഞാനും മകൾ എവിടേക്കെങ്കിലും യാത്ര തിരിച്ചാൽ ഓരോ അരമണിക്കൂറിലും അദ്ദേഹം വിളിച്ചു ചോദിക്കും, നിങ്ങൾ എവിടെത്തി ഉദ്ദേശിച്ച സ്ഥലത്തെത്തി. അത്രയ്ക്ക് കരുതലാണ് അദ്ദേഹത്തിന്റെ ഭാര്യയോടും മകളോടും. കൊച്ചുമകനെ ഏറെ വാത്സല്യത്തോടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുന്ന മുഖ്യമന്ത്രിയെ നമ്മൾ കാണും. അതേ ഞങ്ങളും മനുഷ്യരാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ സുരക്ഷയെ പറ്റി അങ്ങേക്ക് ചിന്തയില്ലേ? ചാനൽ പത്രത്തിന്റെ നേതാക്കന്മാർ ഇന്ന് 10 പേര് സമരത്തിൽ നിന്ന് പിന്മാറി, ഇന്നലെ 20 പേര് സമരത്തിൽ നിന്ന് മാറി, ഇന്ന് 30 പേര് പിന്മാറി പറഞ്ഞ് നാളെങ്കത്തെ കണക്ക് അവതരിപ്പിച്ചുകൊണ്ടിരിക്കാതെ ഈ സമരത്തിന്റെ സമരം നടത്തിയത് 2014 ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ 10 ദിവസം രാപ്പകൽ സമരം നടത്തിയത് എന്തിനാണ്? വർദ്ധിപ്പിക്കാനല്ലേ? അപ്പോ സംസ്ഥാന സർക്കാരിനോട് ചോദിക്കുവാൻ കഴിയുമെങ്കിൽ ഹരിയാനയിലും ഡൽഹിയിലും പഞ്ചാബിലും ബംഗാളിലും അടക്കം സംസ്ഥാന സർക്കാരുകളോട് നിങ്ങൾക്ക് ചോദിക്കുവാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിലെ ആശാവർക്കർക്ക് കേരളത്തിലെ സംസ്ഥാന സർക്കാരിനോട് വർദ്ധിപ്പിക്കുവാൻ ആവശ്യപ്പെടാൻ കഴിയില്ലേ? ഇത് നിങ്ങൾ ആരെയാണ് ഈ കള്ളം പറഞ്ഞു ബോധ്യപ്പെടുത്തുവാൻ നിങ്ങൾ ശ്രമിക്കുന്നത്? ആരെയാണ് ഇവിടെ നിങ്ങൾ പറയുന്ന കള്ളങ്ങൾ കേട്ട് വിശ്വസിക്കുന്നവർ ഒരു ചെറിയ ന്യൂനപക്ഷമേ മഹാഭൂരിപക്ഷം ഈ സത്യത്തിന്റെ കൂടെയാണ്. നിങ്ങൾ എത്ര മറച്ചു വെക്കാൻ ശ്രമിച്ചാലും ഇതാണ് സത്യം, ഇതാണ് യാഥാർത്ഥ്യം. അത് നിങ്ങൾക്ക് മൂടി വെക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് കേരളത്തിന്റെ പൊതുസമൂഹം ഈ സമരത്തോട് ഐക്യപ്പെട്ട് നിൽക്കുന്നത്, ഞങ്ങൾക്ക് പിന്തുണ നൽകുന്നത്. നിങ്ങൾ അവസാനം വരെ പോരാടണമെന്ന് പറയുന്നത്. ഇവിടെ ചില ആളുകളുടെ കുത്തകയാണത്തിലെ സമരം, നിങ്ങൾ സമരം നിർത്തി, നിങ്ങൾ സമരം ഉപേക്ഷിച്ചു, തൊഴിലാളികളെ അനാഥമാക്കി തെരുവിലിറക്കി. അവന് സമരം ചെയ്യുവാനുള്ള അവന്റെ ആയുധത്തെ നിങ്ങൾ നിരായുധമാക്കി. അവനെ സമരം ചെയ്യൽ ശേഷികളില്ലാതെ മനുഷ്യൻ പണിയെടുക്കുന്നവൻ തൊഴിലാളി നിൽക്കേണ്ട അവസ്ഥ ഈ കേരളത്തിൽ നമ്മൾ കാണുന്നില്ലേ? എവിടെയാണ് തൊഴിലാളി സമരങ്ങളുള്ളത്? എവിടെയാണ്? പരിശോധിച്ചു നോക്കൂ. തീരെ വരുമാനമുള്ളവർക്ക് ശമ്പളം നിഷേധിച്ചാൽ ചോദിക്കാൻ കഴിയുന്നില്ല. ഇപ്പോഴും വലിയ സംഘടന എന്ന പട്ടവും ചൂടി എളിഞ്ഞു നടക്കുകയാണ് നേതാക്കന്മാർ. പണിയെടുക്കുന്നവർ കൂലി കിട്ടുന്നില്ല. നിങ്ങൾ പട്ടവും വെച്ച് നിങ്ങളെ വഴിക്ക് പൊക്കോളൂ. സമരം ചെയ്യാൻ ഇവിടുത്തെ തൊഴിലാളിക്കറിയാം. അതിന്റെ അവകാശങ്ങൾ നിങ്ങൾ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നത് ആരെയാണ്? ഇവിടുത്തെ ഭരണമുന്നണി, അവരുടെ പ്രസ്ഥാനം, അവരുടെ ചാവൽ സംഘങ്ങൾ, ആരെയാണ് പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നത്? ഏറ്റവും നിസ്വരായ, ഏറ്റവും സാധാരണക്കാരായ, കേറിക്കിടക്കാൻ ഇടപ്പാടമില്ലാത്ത സാധാരണക്കാരായ സ്ത്രീകളാണ് ഒരു സംഘടിത പ്രസ്ഥാനം ഒന്നിച്ചു നിന്നുകൊണ്ട് പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നത്. പൊതുസമൂഹത്തോടാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. പൊതുസമൂഹം ഇത് കാണണം. ഈ ഭരണ സംവിധാനം പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഈ സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ട ഒരുപടി വരുന്ന സ്ത്രീകളെയാണ്. ഇവരുടെ ഭരണത്തെ അട്ടിമറിക്കുവാൻ ഞങ്ങൾക്ക് ശേഷിയില്ല. അഥവാ ഇതിലൂടെ അട്ടിമറിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രവൃത്തികളാണ്, ഞങ്ങളുടെ കുറ്റമല്ല. നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന തൊഴിലാളി വിരുദ്ധ നടപടികളാണ്. അതുകൊണ്ട് സമരത്തിൽ 30 2499 പേരായി. അതുകൊണ്ട് സമരം ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കണക്കിലൊക്കെ ഈ സ്ഥിരം പലരും ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ ഈ സമരത്തിന്റെ ഡിമാൻഡ് ചർച്ച ചെയ്യണം. അത് സെറ്റിൽ ചെയ്യാൻ തയ്യാറാകണം. 10ാം ക്ലാസ് പരീക്ഷകൾ തുടങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ സ്ത്രീകളാണ്, ഞങ്ങളുടെ വീട്ടിൽ മക്കളുണ്ട്, ഞങ്ങൾ സംരക്ഷിക്കേണ്ട കുഞ്ഞുങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ പറയുകയാണ്. ആ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടാണ്, ഞാനും അദ്ദേഹമില്ലാതെ ഞാനും മകൾ എവിടേക്കെങ്കിലും യാത്ര തിരിച്ചാൽ ഓരോ അരമണിക്കൂറിലും അദ്ദേഹം വിളിച്ചു ചോദിക്കും, നിങ്ങൾ എവിടെത്തി ഉദ്ദേശിച്ച സ്ഥലത്തെത്തി. അത്രയ്ക്ക് കരുതലാണ് അദ്ദേഹത്തിന്
അദ്ദേഹത്തിന്റെ ഭാര്യയോടും മകളോടും കൊച്ചുമകനെ ഏറെ വാത്സല്യത്തോടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുന്ന മുഖ്യമന്ത്രിയെ നമ്മൾ കാണും. അതേ, ഞങ്ങളും മനുഷ്യരാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ സുരക്ഷയെ പറ്റി അങ്ങേക്ക് ചിന്തയില്ലേ? 2 ദിവസം കറണ്ട് കട്ടിയത് ഇന്നലെ പെരുമഴത്തൊരു താക്കോലും വലിച്ചിട്ട് അനുവദിച്ചില്ല. ഞങ്ങളും സ്ത്രീകളാണ്. ഈ കേരളത്തിലെ 3.5 കോടി ജനങ്ങളിൽ പെടുന്നവരാണ് ഞങ്ങളും. അങ്ങയുടെ സ്വന്തം ഭാര്യയോടും മകളോടും മാത്രമല്ല, ഈ കേരളത്തിലെ മുഴുവൻ സ്ത്രീകളോടും അത് കടപ്പെട്ടിരിക്കുന്നവരാണ്, ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് ആരെങ്കിലും ഉപജാപക സംഘം പറയുന്ന കാര്യങ്ങൾ കേട്ടിരിക്കാതെ ഈ സ്ത്രീ തൊഴിലാളികൾ ഉന്നയിക്കുന്ന ഡിമാൻഡുകൾ കൃത്യമായി പരിശോധിച്ച് അത് പരിഹരിക്കുവാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. ഇത് ഞങ്ങൾ ആരെയും ഭയപ്പെടുത്താൻ വേണ്ടിയല്ല, അട്ടിമറിക്കാൻ വേണ്ടിയല്ല, ഭരണം പിടിക്കാൻ വേണ്ടിയല്ല. ഞങ്ങൾക്കൊരു രാഷ്ട്രീയമേ ഉള്ളൂ. അത് പണിയെടുക്കുന്നവന്റെ രാഷ്ട്രീയമാണ്, വിശപ്പിന്റെ രാഷ്ട്രീയമാണ്, കഷ്ടപ്പാടിന്റെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ തെരുവിലിറങ്ങിയത്. ദേവിയോട് ഈ പ്രശ്നം പരിഹരിക്കാൻ മുഖ്യമന്ത്രി അടിയന്തരമായി ഇടപെടണം എന്നുള്ളത് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ പൊരിവെയിലാണ് നമ്മൾ തിരിച്ചു പോവുകയാണ് നമ്മുടെ സമരകേന്ദ്രത്തിലേക്ക്. അവിടെ എല്ലാവർക്കും ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സമാധാനപരമായി നമുക്ക് തിരിച്ചുപോയി നമുക്ക് നമ്മുടെ സാധാരണ രീതിയിലുള്ള നമ്മുടെ സമര പരിപാടിയിലേക്ക് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.